small note. ഹേ ഗായ്സ്, ഇപ്പോൾ ഞാൻ വാഗമണിലുള്ളത് സമയം 8 മണി. കുഴപ്പമില്ല, നല്ല വെയിൽ. ഇവിടെ ഇന്നത്തെ ദിവസം മഴയാന്ന് വിചാരിച്ചിട്ട് മഴ ഉണ്ടായത് രാവിലെ. ഇനി എന്താ പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ്ങിന് പോകും. ഉറക്കത്തിൽ തന്നെയുള്ളൂ. കണ്ടില്ലേ ബാഡ് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ. ഇതാണ് ഫ്രണ്ട് വ്യൂ. രാത്രി ഇവിടെ കെടുക്കാവുന്ന അവിടെ നിന്ന് ഗംഭീര ഡാൻസും പാട്ട് അടിക്കാൻ 2 ബൈക്കുള്ള നമ്മുടെ കയ്യിൽ. 2 ബൈക്കിൽ ഒരു ബൈക്ക് എക്സ്പൾസ്, പിന്നെ എൻ്റെ ബൈക്കാണ് ഡ്യൂക്ക്. ഡ്യൂക്ക് എന്താ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡ്യൂക്ക്. പിന്നെ വാസുവിൻ്റെ ബൈക്ക്. പിന്നെ എവിടേക്കാണെങ്കിലും വാസു ഫസ്റ്റ് റെഡിയാണ്. ഈ സ്ഥലം ഫേമസ് ആയിട്ടുള്ളത് വരാട്ടിമേട് എന്നൊരു സ്ഥലത്തേക്കാണ് പോകാനുള്ള പ്ലാൻ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഈ ടയർ വെച്ച് കേറാന്നാണ് ഡൗട്ട്. ആ കൂടി ഇത് മാത്രം ലോഡ് കിട്ടും. വാവ്. എന്തായാലും ത്രെഡ് കഴിഞ്ഞിട്ടില്ല. ത്രെഡ് കണ്ട ഈ ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നുണ്ടായിരുന്നു. അത്രോ ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് വണ്ടി പോണ ട്രക്കിങ്ങിന്. ട്രക്കിങ്ങൊന്നല്ല, എന്നാലും ചെറിയൊരു എന്തെങ്കിലും ഒരു ഓഫ് റോഡ്. പുറത്തേക്ക് എടുക്കണം. ചോപ്പ് കൂർക്കയും കറുപ്പ കൂർക്കനല്ല, അതന്നെ കൂർക്കൊന്നല്ല ഗൂർക്ക. സാധനം ട്രക്ക് അടിക്കാന്നുള്ളതാണ്. അപ്പൊ 2 വണ്ടി ഓൺ ചെയ്തിരിക്കുകയാണ്. ഫുൾ ഡേ ഇന്നലെ തണുപ്പത്തിരുന്ന കാരണം 2 വണ്ടി നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്, ഒന്ന് ഹീറ്റായി വരാൻ വേണ്ടിയിട്ട്. വാസന നോക്കി ഇത് എന്തത് ഇങ്ങോട്ടാണ് നമ്മുടെയുള്ള ജാക്കറ്റ് ഒന്നുമില്ല, അപ്പുറം ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാനും വിജിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ മുട്ടക്കറി 2 പൊറോട്ടയും, അവൻ കടലക്കറി 2 പൊറോട്ടയും. വയറെത്തിക്കുന്ന വിജിൽ. അപ്പം എൻ്റെ മുട്ടക്കറിയും പൊറോട്ടയും എത്തി, അവൻ്റെ മസാലക്കറിയും. എന്നിട്ട് തേങ്ങയാണോ ഞാൻ പക്ഷെ പൊട്ടിച്ചിട്ടാ വായിച്ച് വീശി. കുഴപ്പമില്ല, ടേസ്റ്റ് ഓവറായിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. പൊറോട്ട അല്ല നോക്കാണ്. ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ മഴ, നല്ല മഴ. വായിക്കൊണ്ടിരിക്കുന്നത് റോഡൊക്കെ മുങ്ങി തുടങ്ങി. വരാട്ടുമേടിൽ നമുക്ക് പക്ഷെ അതല്ല എന്റെ അതിശയിപ്പിച്ചത്. എണ്ണൂർക്ക് പുതിയ മോൾ 150 എണ്ണൂർക്ക് കയറുന്നു. എന്റെ വണ്ടി അവിടെ എടുക്കണ ഇത് കയറി വന്നു. എന്റെ പൊന്നെ, അവിടെ പുതിയ മോഡല് വ്യൂ കാണിച്ചെ. വ്യൂ ഇത് വ്യൂ നോക്കിനെ. ഞാൻ ഇന്നേ വരെ മല കയറിയില്ല, പക്ഷെ എന്റെ കൂടെ വന്നവന് ഇന്നലെ മല കയറിയില്ല. പക്ഷെ മല കയറുന്ന ആഗ്രഹമുണ്ട്. അവന്റെ എക്സ്പെർട്സ് ബട്ടന്റെ ഡ്യൂക്ക് അവന്റെ ഗേറ്റ് വിട്ടു. വാസു എന്നാണ് അവന്റെ പേര്. കോടിറങ്ങി നോക്കി, കോടിറങ്ങി വണ്ടി കാണാണേ. എന്ത് മൂടില്ലേ. ഞാൻ മേലെ പോവാൻ അങ്ങോട്ടാ മൈരം വിജില് അവിടെ എത്തിയിട്ട് വരുന്ന നോക്കിയാ സീൻ വിജിലാ മോശിക്കണേ. ഇതെന്താ പുലിമട എന്ത് പണ്ടാക്കാണോ?
ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഇല്ലിക്കല്ലിൻ്റെ ടോപ്പിലാണുള്ളത്. ഇത് മേലേക്ക് കയറണം. നല്ല രസമുണ്ട് വ്യൂ. ഓക്കെ, ഇത് രസം നോക്കി വേണ്ടിയിരിക്കുന്നത് അടിപൊളി. ഗൈസ് ഇപ്പം മേലേക്ക് കയറിക്കൊണ്ടിരിക്കണേ. വടി ഒരു കുന്തല്ല. ഓ സംഭവം തന്നെ കേട്ടോ, സുഖം. രണ്ടുപേരും മതി. അമ്മേ യോഗ്യ എൻ്റെ പൊന്നെ. തെങ്ങോട്ട് എന്തത് വീഡിയോ കാണാൻ സുഖല്ലേ. ബാക്കി മേലെ വെച്ച് എത്തിയെടുത്തര വയ്യ, ശ്വാസം കിട്ടുന്നേ. കട്ട് ഗൈസ് കാണുന്ന പോലെ നല്ല ട്രക്കിങ്. പാടായി കുറച്ച് കയറിയിട്ടുള്ളൂ. സീനാണ് എൻ്റെ പോലെ. ഞാൻ ടോപ്പ് എവിടെ അവിടെ എത്തണം. അയ്യോ ടോപ്പ് എന്ന് പറഞ്ഞാ എന്തോരം കയറി വന്നു അറിയില്ല ബ്രോ. ഇടിക്കിനി പാണ്ടാരാ എന്നെ എളുപ്പമൊന്നുമല്ല. അങ്ങനെ അവസാനം ടോപ്പ് എത്തിയിരിക്കുന്നു. ആ ടോപ്പ് ഒന്നും കാണില്ല. കുരിശുപള്ളിയും കണ്ടു മല്ലേ ഷെഫേ. ഇന്ന് കുരിശിൻ്റെ സാധനം ഉണ്ട് നേരെ, അത് പോയി കാണട്ടെ. ഇല്ലിക്കല് ടോപ്പ് എത്തി. ഞങ്ങളിപ്പോൾ ക്ഷീണിച്ചു, വേർത്ത് പണ്ടാരായി. അപ്പം അത് കാരണം ഇവിടെ സൈഡിൽ ഇരിക്കുന്നു. ടോപ്പ് എത്തി, മതി, ഇനി അടിക്ക് ഇറക്കം. എന്താണ് അഭിപ്രായം? ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നല്ല എളുപ്പമാണ്. പക്ഷെ അത് ട്രക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് അതിന്റെ കഷ്ടപ്പാട്, അതിന്റെ ബുദ്ധിമുട്ടും മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിലവിൽ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാം കണ്ട ആരും വരരുത്. കാസർഗോഡ് ഗൗതമൊക്കെ കാസർഗോഡ് പോയിട്ട് അന്നപൂർണ്ണ ഇല്ലിക്കല്ല് 1 കിലോമീറ്റർ കയറാൻ അത് കയറാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എങ്ങനെ കയറണമെന്നൊരു ചെറിയ എക്സ്പീരിയൻസ് കിട്ടി. എളുപ്പം പരിപാടിയില്ല ബ്രോ. ഇതാണ് ട്രക്കിങ്. പോണ വഴികൾ കണ്ട ഇത്രയുള്ളൂ. കുരിശപ്പോടെ അപ്പുറം കൊക്ക അല്ലേ? എവിടാ ഇതൊക്കെയാണ് ലൈഫ്. എൻ്റെ നാട്ടിൽ കൂട്ടുകാരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ട്രിപ്പിന് വിളിക്കുമ്പോൾ വരണം, അത്രയും പറയാനുള്ളൂ. അയ്യോ ശരി. അപ്പോൾ ഗൈസ് ബൈ. ഗൈസ് അതാട്ടെ ഇല്ലിക്കൽ വ്യൂ പോയിന്റ്. മഞ്ഞാറിനത് കാണുന്നില്ലല്ലോ, അറ്റത്ത് ഉള്ളതാട്ടാ ചെറുക്കല്. അവിടെ നിന്ന് ഞങ്ങൾ എനിക്ക് വീണ്ടും മേലേക്ക് വന്നു. തിരിച്ചു പോകാൻ ഇറങ്ങാൻ ഇവിടം വരെ കയറി വന്നത്. അവിടെ ശബ്ദമൊക്കെ വെള്ളം കിട്ടാണ്ട് കണ്ടിങ്ങനെ. ചെറിയ കല്ല് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചുതരാം. മഞ്ഞ് മാത്രമുള്ള വഴി കാണാനില്ല. അവസാനം അടിയിലെത്തി. അയ്യോ എൻ്റെ വണ്ടി വണ്ടിയുണ്ട്, ഹെൽമെറ്റും ഉണ്ട്. ഒരു എക്സ്പീരിയൻസ് തന്നെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തരുന്നത്, അത്രയ്ക്ക് പറയാനുള്ളൂ. എൻ്റെ പിന്നെ എൻ്റെ ബൈക്ക് ഇരിക്കുന്നവിടെ ഹെൽമെറ്റും ഉണ്ട്. ഓ ഭാഗ്യം. അവസാനം കുപ്പിവെള്ളം കിട്ടി. വീട്ടിൽ വാങ്ങിച്ചു. വീട്ടിൽ ആദ്യത്തെ അടിയിൽ. അയ്യോ വെള്ളം കുടിച്ചുള്ള സന്തോഷമുണ്ട്. കോല കണ്ട പോകുമ്പോഴുള്ള പോലെ തിരിച്ചു വരുമ്പോഴുള്ള കോലം കണ്ടാ ഇതില് നോക്കിയേ. വേർത്തിട്ടില്ല, തീരെ വേർത്തിട്ടില്ല. ഇനി റൈഡ് ഫുഡ് അടിക്കണം, വിശക്കുണ്ട്.
SVG നല്ല മലയും കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഈ പാവപ്പെട്ട വണ്ടി വെച്ച് കുറേ ഓഫ് റോഡായി പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഉള്ളത് ഇലവഞ്ചിപ്പുരം കണ്ട് അവിടെ എനിക്ക് സ്ഥലത്തിന് വരുന്ന കറക്റ്റ് അറിയാം. അവൻ എന്നെ അറിയാം, അവൻ തന്നെ മാപ്പിട്ട് കൊണ്ടുപോകും. എൻ്റെ മുന്നേ ഇപ്പോൾ ഹൈറ്റിലാണുള്ളത് സംഭവം. എൻ്റെ കാലിൻ്റെ അവസ്ഥയാണ്. ബൂട്ട് ഇട്ടിട്ട് വെള്ളം കയറിയിട്ട് കാല് സായിപ്പന്മാരെ കളറായിട്ടിരിക്കുന്നുണ്ട്. മുന്നേ കാലൊക്കെ നൈസ്. എൻ്റെ പാവപ്പെട്ട വണ്ടി ഓഫ് റോഡ് അടിച്ച് മതിയായി തോന്നുന്നുണ്ട്. വാസുവിൻ്റെ വണ്ടി ഇതാണ്. എന്തായാലും കുറേ വ്യൂ കണ്ടിട്ടുണ്ട്. എന്തായാലും കുറേ വ്യൂ കണ്ടിട്ടുണ്ട്. അതിനുള്ളതൊന്നുമില്ല. പിന്നെ ഓഫ് റോഡ് അടിച്ചിട്ടുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ചെറിയ രീതിക്ക് എൻ്റെ വണ്ടി ഓഫ് റോഡ് കൊണ്ടുപോകണം. പക്ഷെ ചെറിയ രീതിക്ക് അപ്പുറം പോയി. ഇപ്പോഴത്തെ ഫ്രണ്ട് വീലിൻ്റെ അവസ്ഥ കണ്ട അല്ലേ? ബാക്ക് എഞ്ചിൻ ആടാ. സസ്പെൻഷൻ എടുക്കാൻ നോക്കിയാ കണ്ണിലായ കണ്ണാടി തന്നെ കാണും. ടോവിനോന്റെ മറ്റേ പള്ളിച്ചട്ടം പടം ആ ഷൂട്ട് സ്പോട്ടിലാണ്. വിജില ഇന്നത്തെ ട്രിപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എൻജോയ് ചെയ്തു. ട്രക്കിങ് ചെയ്തു, ഓഫ് റോഡ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റിങ് ഇലവഴിപ്പൂഞ്ചിറ വന്നിക്കണ്. അതൊക്കെയാണ് വൈബിന്റെ നേരെ വീട്ടേക്ക്. ഇവല്ലേ ഞാൻ കോട്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ തൃശ്ശൂരിന്ന്. കോട്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വന്നിരിക്കുന്നേ. തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നേ വാഗമണ്ണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് നേരെ വെച്ച് പിടിച്ചു. രണ്ടുപേരും വാഗമണ്ണി കണ്ടുകൂട്ടി. അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇനി തിരിക്കാൻ പോണു. റണ്ണിങ്ങിൽ പോകുമ്പോൾ പമ്പിൽ ചിലപ്പോൾ ഒരു പെട്രോൾ അടിക്കും. അത് കഴിഞ്ഞ് വീടെത്തും. ഇനി ഇല്ല വീടില്ല. ഇന്നത്തേക്ക് ഇത്ര തന്നെ കറങ്ങണുള്ളൂ ഗായ്സ്. ശരി, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണാൻ വലിയ കുമ്പൊന്നുണ്ടെങ്കിലും സത്യാവസ്ഥയായിട്ട് നോർമലായിട്ട് നമ്മൾ പറയും. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ പോണു ഗൈസ്. തൃശ്ശൂർ പ്രയർ.